സുൽത്താൻ ആയിരുന്നു ഒരു കാലത്ത്, ഇപ്പം അല്ല. അത് അന്ന് ഒരു അൻവർ ഒരു ട്രെൻഡായിരുന്നു. ഒരു വർഷം കമ്മിയാവും. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ പകലിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുകളാണ് ഓട്ടോ തൊഴിലാളികൾ. കാരണം ഏതൊരു നാടിൻ്റെയും സ്പന്ദനം അറിയാൻ, ഏതൊരു നാടിൻ്റെയും രാഷ്ട്രീയ ചർച്ചകൾ എന്ത് തന്നെ നടക്കുന്നുണ്ടോ അതെല്ലാം നമുക്കറിയാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഒരു നാടിൻ്റെ സ്പന്ദനം കയ്യിൽ ഇങ്ങനെ വെക്കുന്ന ആളുകളാണ് അവർ. നിലമ്പൂർ എന്താണ് രാഷ്ട്രീയ ചിത്രം? നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം ആരാണ് ചോക്കത്ത് ജയിക്കണം, അതിനുള്ള എല്ലാ കള ഒരുങ്ങി കഴിഞ്ഞു അല്ലേ? അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ചോക്കത്തിൽ ജയിപ്പിക്കണം. അല്ല, അപ്പോൾ ഈ അൻവർ പറയണത് സാധാരണക്കാരൻ്റെ സുൽത്താൻ, നിലമ്പൂരിൻ്റെ സുൽത്താൻ, അത് വലിയ രീതിയിലൊരു രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് പുള്ളിലേക്ക് വരുന്നൊക്കെ പറയണതൊക്കെ അപ്പം നടക്കൂല. അൻവർ പറയണത് അന്ന് ആ സുൽത്താൻ ആയിരുന്നു ഒരു കാലത്ത്, ഇപ്പം അല്ല. പാർട്ടിക്ക് അതീതനല്ല അൻവർ, അത് അങ്ങനെ പറയാം അല്ലേ? അങ്ങനെ തന്നെ പറയാം. ഇപ്പം അയാൾ സ്വതന്ത്രനായിട്ടല്ലേ മത്സരിക്കണം. ഇപ്പോൾ പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ ഞങ്ങളെ കാഴ്ചപ്പാടിൽ 100% ഷൗക്കത്ത്, ആരുടെ ഷൗക്കത്ത് ജയിക്കും. അപ്പോൾ ഒരു ചോദ്യം, കഴിഞ്ഞ 2 ടൈമിൽ അൻവർ നിന്നപ്പോൾ LDFനല്ലേ ഇവിടെ കിട്ടിയത്, അപ്പോൾ UDF നിന്ന് പോയി ആ മണ്ഡലം, അത് മാരിയാടിൻ്റെ ഒരു ലെഗസിയിൽ നിന്നാണ് കൈവിട്ട് പോയത്. അപ്പോൾ അത് എങ്ങനെ കാണുന്നത് അതിനെ? അത് അന്ന് ഒരു അൻവർ ഒരു ട്രെൻഡായിരുന്നു. അത് കൂടാതെ തരംഗം അത് അതിൽ കിട്ടിയതാണ്, അല്ലാതെ വേറെ പ്രശ്നമല്ല. അത് ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളത് മാറ്റി പിടിക്കും, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും. ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പോയി ചേട്ടൻ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പം നിലവിൽ? ഇവിടെ വലിയ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ട് വനമേഖലയൊക്കെ ആയതുകൊണ്ട്. അതൊക്കെ ബാപ്പുട്ടിക്ക എന്ന് വിളിക്കപ്പെടുന്ന ഷൗക്കത്ത് വലിയ രീതിയിൽ സജീവമാണോ MLA അല്ലാതിരിക്കുമ്പോഴും? സജീവമായിട്ട് പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു കല്യാണ വിഷയമായാലും മറ്റുള്ള എല്ലാ വിഷയങ്ങളായാലും അതിന് സജീവമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രചാരണത്തിന് വേണ്ടി ഒന്നും ചെയ്യലില്ല. സാധാരണ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അവന് ഇങ്ങനെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. മറ്റ് പുറമക്കാർക്ക് ഇപ്പോൾ എന്താ പറയാൻ വയ്യാത്ത എല്ലാം പറയാമല്ലോ. ഈ കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് വന്നേക്കുന്നതേ LDF ക്യാമ്പിൽ വലിയൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രചരണ രംഗം മുഴുവൻ ഉയർന്നിട്ടുണ്ട്. വെറുതെ ഒരു ഈസി വാക്ക് ഓവർ ഷൗക്കത്തിന് കിട്ടുമോ? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സ്വരാജ് വൻ ഭൂരിപക്ഷം തന്നെ വിജയിക്കും. അത് ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോട്ടോളം കാലം ഇവിടെ ഒരു പാർട്ടിക്കാരും ഇനിയിപ്പോൾ വേറൊരു പാർട്ടിക്ക് മറിച്ച് കുത്തില്ല. അൻവറാക്ക നല്ലൊരു നേതാവാണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം നല്ലൊരു നേതാവാണ്, മോശം നേതാവെന്നല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇടതുപക്ഷക്കാരും ഇപ്പോൾ അപ്പുറത്തൊരു കാറ്റിച്ച് കുത്തലുണ്ടാവില്ല. ഭൂരിപക്ഷം ടൈറ്റ് ആയിരിക്കും അല്ലേ? വിജയിക്കും. അത് ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോട്ടോളം കാലം ടൈറ്റ് മത്സരം. ഒരു വർഷം കമ്മിയാവും, 5000 താഴേക്കൊക്കെ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. അത് ഞാനാണെങ്കിലും. ഇതൊരു വലിയ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. കാരണം കുറേ കൂടെയൊക്കെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള കണക്ക് കാര്യങ്ങൾ എന്ത് തോന്നണത്? നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ട്. എന്തായാലും നിലമ്പൂർ ടൈറ്റ് ഫൈറ്റ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, 2016 ഇവിടെ ഇലക്ഷൻ നടന്നു. അതിനേക്കാൾ വലിയ ടൈറ്റ് ആയിട്ട് നടക്കുന്നു. കാരണം ഇപ്പോൾ പാർട്ടിയുടെ അതേ ചിഹ്നത്തിൽ മത്സരിക്കുന്ന നമ്മുടെ സ്വരാജ് ഒരു തരംഗം തന്നെയാണിത്. അതെ, സത്യത്തിൽ ഇവരൊക്കെ പേടിച്ചിരിക്കാനാണ്. പേടിച്ചിരിക്കാന് ഇവിടെ എല്ലാത്ത കളികളൊക്കെ നടക്കും, അത് നടത്തുന്നുണ്ട്. അത് ആദ്യം അങ്ങനെ പറയലുണ്ട്. കാരണം പേടിച്ചിരിക്കുക റിസൾട്ട് വരുമ്പോൾ അല്ല, നമുക്ക് പേടിയില്ല, നമുക്ക് പേടിക്കാനില്ല. റിസൾട്ട് വരുമ്പോൾ നോക്കാം.